ഹായ്, എൻ്റെ പേര് നിതിൻ ജോർജ്. ഞാൻ യോർക്ക്ഷയർ ടെറിയർ ബ്രീഡ് ചെയ്യുന്ന ഒരാളാണ്. പ്ലസ് എനിക്ക് സ്വന്തമായിട്ടൊരു വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്. പെറ്റോറിയ എന്നാണ് വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ പേര്. ഞങ്ങൾ ഗ്രൂമിങ്, പെറ്റ് ഹോസ്പിറ്റൽ പ്ലസ് പെറ്റ് സ്റ്റോറും കൂടെ നടത്തുന്നുണ്ട്. അങ്കമാലിയിൽ ഒരു ബ്രാഞ്ചുണ്ട്, ഒരു ബ്രാഞ്ച് ട്രിവാൻഡ്രത്ത്. ബേസിക്കലി ഈ ബ്രീഡ് ഞാൻ ശരിയാണ്, ഇവിടെ ഭയങ്കര റെയറാണ്. ഒരുപാട് പേര് ബ്രീഡ് ചെയ്യുന്നില്ല യോർക്ക്ഷയർ ടെറിയേഴ്സിന്. യോർക്ക്ഷയർ ടെറിയർ ഇവിടെ നല്ല ബ്രീഡുകൾ ആദ്യം കേരളത്തിൽ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെയാണെങ്കിലും എടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ ഫസ്റ്റ് യോർക്ക്ഷയർ ടെറിയറിനെ എടുക്കുന്ന ഒരു ഫീമെയിലിനെ. അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് 6-7 ഡോഗ്സ് ഉണ്ട്. 3 മെയിൽ, 4 ഫീമെയിൽ ഡോഗ്സ് ഉണ്ട്. ഇവർ ബേസിക്കലി പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് റാറ്റ് ടെറിയേഴ്സ് എന്ന് പറയും. ടെറിയർ കാറ്റഗറിയിൽ ഏറ്റവും ചെറിയത്, ഈവൻ ഡോഗ് കാറ്റഗറിയിൽ തന്നെ ഏറ്റവും ചെറിയ ഡോഗാണ് യോർക്ക്ഷയർ ടെറിയർ. യോർക്ക്ഷയർ ടെറിയറിനെ ശരിക്കും ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ മൈനുകളിലൊക്കെ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഫസ്റ്റായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവരിപ്പോൾ ഒരു ലാപ്പ് ഡോഗ്സ് എന്നുള്ള ലെവലിലേക്ക് വന്നത്. അതായത് നമ്മുടെ ഷിറ്റ്സു ഒക്കെ പോലെ തന്നെ നമുക്ക് കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന, എന്നാൽ കാണാനും ഭംഗിയുള്ള ഹെയറൊക്കെ നല്ല ലെങ്ത്ത് വയ്ക്കും. ശരിക്കും ഇവരുടെ ഹെയർ ഹൈപ്പോളജനിക് ആണ്. അതായത് ഇവർക്ക് വേറെ അലർജി ഇഷ്യൂസ് ആർക്കും അലർജീസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ബ്രീഡാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിത് ചെറുപ്പത്തിലേ തന്നെ ഞാൻ പഠിച്ചു വളർന്നൊക്കെ ദുബായിലാണ്. അപ്പോൾ ദുബായിൽ വെച്ച് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിൽ ഒരു സായിപ്പ് മദാമ ഉണ്ടായിരുന്നു. അവരുടെ ഒരു യോർക്ക്ഷയർ ടെറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ യോർക്ക്ഷയർ ടെറിയറിനെ കണ്ട് ഞാൻ എപ്പോഴേലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ യോർക്ക്ഷയർ ടെറിയേഴ്സിനെ എനിക്ക് ബ്രീഡ് ചെയ്യിക്കണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബ്രീഡിലേക്ക് വന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ബ്രീഡിനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ മെയിലും ഫീമെയിലും നമ്മളിപ്പോൾ ബ്രീഡിങ് ആയിട്ടുണ്ട്. പപ്പീസ് ഇറങ്ങിയായിരുന്നു. ലാസ്റ്റ് സീസണിൽ നമ്മൾ 2 ഫീമെയിൽസ് കൺസീവായി, 2 ഫീമെയിൽസിൻ്റെ ലിറ്റർ പോയായിരുന്നു. ഇപ്പോൾ ഈ സീസണിൽ നമ്മളിപ്പോൾ ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഹീറ്റിൽ നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യാനുള്ള പ്ലാൻ. ഇവൻ്റെ പേര് മാജിക് ആക്ച്വലി ഐഫോൺ എന്ന് പറഞ്ഞ നമ്മുടെ തൈ ചാമ്പ്യൻ ഒരു ഡോഗുണ്ട്, അതിൻ്റെ ലിറ്ററിൽ വന്നതാണ്. ഇവൻ്റെ ബ്രീഡർ യശസ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരുള്ളൊരു ഡോഗ് ബ്രീഡറാണ്. യശസാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യോർക്ക്ഷയേഴ്സ് ചെയ്യുന്നത്. ഇവൻ ഞങ്ങളുടെ മെയിൻ സ്റ്റഡ് മെയിലാണ് ഇവൻ. ഇവർ ബേസിക്കലി ടെമ്പറമെൻറ്റ് വൈസ് ഇവർ കുറച്ചും കൂടെ ഒരു ബ്രേവ് ഡോഗ്സാണ്. കാരണം ഇവരുടെ സൈസ് ഇവർക്ക് അറിയില്ല എന്ന് പറയും. അതായത് വലിയ ഡോഗ്സിനെ പോലും അവർ ചലഞ്ച് ചെയ്യുന്ന ടൈപ്പ് ചെറിയ ഡോഗ്സാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഭയങ്കര ലവിങ് ആണ്. നമ്മുടെ കയ്യിൽ കയറിയിരിക്കാനൊക്കെ താല്പര്യം. നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളായിട്ട് അഫെക്ഷനേറ്റായിട്ട് നിൽക്കാനും. ഇപ്പോൾ എനിക്ക് വീട്ടിൽ 6 വയസ്സായ മോനുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഇവർ ഭയങ്കര അടുപ്പാണ്. വേറെ ഡോഗ്സിൻ്റെ അടുത്തും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളി തിങ് അവനെ ഞാൻ പറഞ്ഞില്ല, അവനെ ചലഞ്ച് ചെയ്യുന്ന വലിയ ഡോഗ്സ് ആണെങ്കിൽ പോലും അവൻ തിരിച്ച് ചലഞ്ച് ചെയ്യും. അതുകൊണ്ട് അവൻ അങ്ങനെ പേടിച്ച് മാറില്ല. അപ്പോൾ അവന് സൈസ് അറിയില്ല. സൈസ് അറിയാതെ അവൻ വേറെ ഡോഗ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്യും. നമ്മൾ ആക്ച്വലി ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ നാട്ടിൽ പൊതുവേ എല്ലാവരും കാണുന്ന ഒരു ഷിറ്റ്സു എന്ന് പറഞ്ഞ ബ്രീഡ് പോലെ തന്നെ ഇവർ ഹെയർ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ അലർജനിക്കാണ്. അപ്പോൾ ഈ ഹൈപ്പോ അലർജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ അലർജി കൺസേൺസോ അവർക്ക് ഷെഡിങ് വളരെ കുറവാണ്. ബട്ട് മെയിൻ്റനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ബ്രഷിങ് മസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ 2 നേരം രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്താലാണ് ഹെയർ സ്ട്രെയിറ്റ് ആയിട്ടും ഈ പറഞ്ഞ പോലെ ഇത്രയും സിൽക്കി ആയിട്ട് കിടക്കുകയുള്ളൂ. നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ ഹെയർ പെട്ടെന്ന് ലെങ്ത്ത് വെക്കുന്നവരാണ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് 3 ഇയേഴ്സിൽ കോട്ട് ലെങ്ത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുണ്ടെങ്കിലും ആഫ്റ്റർ 3 ഇയേഴ്സ് ഓഫ് ഏജ് കഴിയുമ്പോൾ കോട്ട് നിലത്ത് വരെ മുട്ടുന്ന രീതിയിൽ ലെങ്ത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മളെപ്പോഴും അത് കോംബ് ചെയ്തിടുക. പിന്നെ ഷോയ്ക്ക് ഇറക്കുന്ന ഡോഗ്സിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആക്ച്വലി റാപ്പ് ചെയ്ത് റബ്ബർ ബാൻഡ് ചെയ്ത് വെക്കും. അതായത് അത് ചുരുണ്ട് പോകാതിരിക്കാനായിട്ട് സ്ട്രെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഷോക്ക് ഇറക്കുവാണെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ റെഗുലർ ബ്രഷിംഗ് ആണ്. പിന്നെ ബാത്ത് വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ആളുടെ കോട്ടിന് വേണ്ടിയിട്ടുള്ള ഷാംപൂസും കണ്ടീഷണേഴ്സും വെച്ച് നമ്മളിവരെ ബാത്ത് ചെയ്യിക്കും. ഇത് ഞങ്ങൾ ഫസ്റ്റ് എടുത്ത ഫീമെയിൽ. ഇവൾക്കിപ്പോൾ 3 വയസ്സ് മുകളിലായി. ഇവൾ കുറച്ചും കൂടെ ഒരു മിനിയേച്ചർ, അതായത് ടോയിൽ തന്നെ കുറച്ചും കൂടെ ചെറുതാണ്. ഇവൾക്ക് 1 കിലോ 700 ഗ്രാം, അതാണ് ഇവളുടെ വെയിറ്റ്. ഇവൾ ഇത്ര വലുതായിട്ടുള്ളൂ ഇതുവരെ. ഇതിൽ ടീ കപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നുണ്ട്, പക്ഷേ റെക്കഗ്നൈസ്ഡ് അല്ല ആസ് പെർ KCA. ബട്ട് ഇവൾ ഭയങ്കര ചെറുതാണ് കമ്പയർഡ് ടു നമ്മൾ ആ മെയിൽ വെച്ച് നോക്കുമ്പോൾ അവൾ ഓൾമോസ്റ്റ് ഹാഫ് സൈസേ ഉള്ളൂ. ഇവളുടെ പേര് ലൈറ എന്നാണ്.
ഇവള് എനിക്ക് കോഴിക്കോട് ഒരു ബ്രീഡറിനായി നിന്ന് കിട്ടിയേക്കണം. ഇവിടെയാണ് ഞങ്ങൾ ആക്ച്വലി യോർക്ക്ഷയർ ഒരുപാട് അന്വേഷിച്ച് കിട്ടാണ്ട് ഞങ്ങൾ കോഴിക്കോടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു ഒരു യോർക്ക്ഷയർ എന്നാണ് പറയണമെങ്കിലും ഇത് തന്നെയാണോ ബ്രീഡ് എന്നുള്ളത് പറയാനായിട്ട് ഞങ്ങൾ നേരെ പോയി എവിടെ നിന്ന് നേരിട്ട് പോയി എടുത്തതാണ് ഈ ബ്രീഡിനെ. അല്ല ഇവളെ ആക്ച്വലി ഞങ്ങൾ ഇതുവരെ ക്രോസ് ചെയ്യിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇത് കഴിഞ്ഞെടുത്തേക്കണം. നമുക്ക് 2 ഫീമെയിൽസ് ഉണ്ട്. ആ 2 ഫീമെയിൽസും ഇപ്പോൾ രണ്ടുപേരും ഓരോ ലിറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇവളെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ എടുത്താൽ. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ കൂടെ പെറ്റായിട്ട് തന്നെ നിൽക്കുന്നതാണ്. പിന്നെ മാത്രമല്ല ഞങ്ങൾ ഈ സൈസ് കാരണം ഞങ്ങൾക്കും ഒരു ഡൗട്ട്, ആൾ ഇത്രയും ചെറിയ സൈസിൽ കൺസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും പിന്നെ ആ കോംപ്ലിക്കേഷൻസ് ഇൻവോൾവ് ആക്കാതിരിക്കാനാണ് ഞങ്ങൾ ഇതുവരെ ക്രോസ് ചെയ്യിച്ചിട്ടില്ല ഇവളെ. ഇവരെല്ലാവരും സൈലൻ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ എപ്പോഴും ഒട്ടിച്ചേർന്ന് നിൽക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അവരെ ചെറിയ ബ്രീഡ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചും കൂടെ കോഷ്യസ് ആവണം. കാരണം ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹൈറ്റിൽ നിന്ന് ചാടാതെ നോക്കണം. നമ്മൾ പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞ് നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കാലിൻ്റെ അടിയിലൊക്കെ നിൽക്കുന്നുണ്ടാവും, ചവിട്ടാതെ നോക്കണം. അപ്പോൾ ഇവർക്കെന്നു വെച്ചാൽ ഇവരെ കാലും കൈയൊക്കെ ഭയങ്കര നമ്മുടെ ഒരു വിരലിൻ്റെ എത്രയേ ഉള്ളൂ കൈയൊക്കെ. അപ്പോൾ അത് പെട്ടെന്ന് ബ്രേക്കേജും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. ഒരുപാട് ഹൈറ്റിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രാക്ചേഴ്സും ഇതാണ്. പിന്നെ പൊതുവേ ഈ ബ്രീഡിനുള്ളൊരു പ്രശ്നമാണ് കാൽഷ്യം ഡെഫിഷ്യൻസി. അത് നമ്മളെപ്പോഴും അവർക്ക് സപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ വെയിൽ കൊള്ളിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന റിട്രീവർ ഡോബർമാനൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ ചെറിയ ടോയ് ബ്രീഡ്സിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഷിറ്റ്സു ചെയ്തായിരുന്നു. അപ്പോൾ ഷിറ്റ്സു പോലെ തന്നെ ഒരു ഷിറ്റ്സുവിൻ്റെ പകുതി ഫുഡ് മതി ആൾക്ക്. ഞങ്ങളിപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഫുഡും കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫുഡും കൊടുക്കുന്നുണ്ട്, ഹോം മെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ റൈസ് വെജിറ്റബിൾ മിക്സും കൂടെ ഉണ്ട്. അപ്പോൾ 1 ടൈം നമ്മൾ രാവിലെ ഫീഡ് ചെയ്യുമ്പോൾ ഒരു 50 to 70 grams ഡ്രൈ ഫുഡും ഈവനിങ് നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും. ഇത് ഞങ്ങളിവിടെ ലിറ്റർ ഇറങ്ങിയ പപ്പിയാണ്. ഇവൾക്കിപ്പോൾ 8 മാസമായി, ഫീമെയിലാണ്. ഇവളുടെ പേര് നിക്കി. ഇപ്പോൾ ഇന്നിപ്പോൾ ഹീറ്റായിട്ടുണ്ട് അവൾ. ഈ നെക്സ്റ്റ് ഹീറ്റിലാണ് നമ്മളിപ്പോൾ സെക്കൻഡ് ഹീറ്റിലാണ് സാധാരണ ക്രോസ് ചെയ്യിക്കാറ്. യോർക്ക്ഷയർ ടെറിയറിൽ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി കൺസീവ് ആവാനായിട്ട് വലിയ പാടുമില്ല. കാരണം ഇവർ മെയിൽസ് ആണെങ്കിലും സെൽഫ് സ്റ്റഡി ചെയ്യുന്നതാണ്. നമുക്കങ്ങനെ ഒരുപാട് ഇൻ്റർവീൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻസെമിനേറ്റ് ചെയ്യാറുമുണ്ട്. അങ്ങനെ ലിറ്റർ സൈസ് ഭയങ്കര വലിയ ലിറ്റർ സൈസൊന്നും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ് 3 ആണ്. 1 ലിറ്ററിൽ 4 കിട്ടിയായിരുന്നു, ഒരെണ്ണത്ത് 3. എൻ്റെ ഇവിടെ അടുത്തുള്ളൊരു വേറൊരു ക്ലയൻറ്റിന് നമ്മൾ ഇവിടുന്ന് സ്റ്റഡി ചെയ്തതിന് ഏകദേശം 3 പപ്പീസാണ് ലിറ്റർ ഇറങ്ങിയത്. അങ്ങനെ ഇതുവരെ കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ സി സെക്ഷൻ്റെ ആവശ്യം വന്നിട്ടില്ല. സെൽഫായിട്ട് അവർ തന്നെ കെയർ ചെയ്യുന്നുണ്ട് പപ്പീസിന്. ഡെലിവറി ടൈമിൽ നമുക്ക് അങ്ങനെ ഒരുപാട് തലവേദനകൾ വന്നിട്ടില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഫീമെയിൽ പൂഡിലുണ്ട്. പൂഡിൻ്റെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ സി സെക്ഷനാണ് എല്ലാ പ്രാവശ്യവും ചെയ്തേക്കണം. അത് ഡെലിവറി നോർമൽ ആവാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ഡെലിവറി കുറച്ചും കൂടെ എളുപ്പമാണ്. ഇവർ ഒരു പ്ലേഫുൾ ബ്രീഡായതുകൊണ്ട് പീസ്ഫുള്ളോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ശാന്തമായിട്ടുള്ളൊരു ബ്രീഡല്ല. അവരവരുടേതായ ഒരു പ്ലേ ഏരിയ സ്പേസ് പ്ലസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ പറഞ്ഞ പോലെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം അവരുടേതായ രീതിയിൽ ഓടി നടക്കും. പിള്ളേരുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ മോൻ്റെ അടുത്താണെങ്കിലും അവന് ഹാൻഡിൽ ചെയ്താലും പെട്ടെന്ന് അവർ കടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഗ്രഷൻ ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു ലാപ്പ് ഡോഗാണ്. കൈ കൊണ്ടു നടക്കാൻ പറ്റുന്ന സൈസിലുള്ളൊരു പോക്കറ്റ് ഡോഗാണ്. അപ്പോൾ മെയിൻ്റനൻസ് ചെറിയ ഡോഗാകുമ്പോൾ അതനുസരിച്ച് കുറവാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീട്ടിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ വലിയ ഡോഗ്സ് വളർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പേസ് ഇല്ല. ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ വളർത്താനായിട്ടും നമുക്ക് ചെറിയ സ്പേസേ ഉള്ളൂ, ആ ഡോഗ്സിനെ അഴിച്ചുവിടാൻ സ്ഥലമില്ല. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ബ്രീഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സ്പേസ് വേണ്ട. ഒരു ദിവസം ഒരു 2 പ്രാവശ്യം നമ്മളൊരു ഫസ്റ്റ് ഫ്ലോർ സ്റ്റെപ്പ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കുള്ള ആവശ്യത്തിനുള്ള എക്സസൈസ് ആകും ഒരു ദിവസത്തേക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അജിലിറ്റി അല്ലെങ്കിൽ സ്പേസ് വേണ്ട ഡോഗ്സ് അല്ലാത്തതുകൊണ്ട്
ഭയങ്കര എളുപ്പം ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഫീഡിംഗ് ആണ്, വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 to 70 grams ഒക്കെയാണ് ഒരു ദിവസത്തേക്ക് ഇവരെ ഫീഡിങ്ങിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടും നമുക്ക് കോസ്റ്റ് വൈസും എക്കണോമിക്കായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡോഗ്സാണ്. യോർക്ക്ഷയർ ടെറിയർ ഇപ്പോൾ റെയർ ബ്രീഡ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ബ്രീഡ്സിനൊക്കെ കോസ്റ്റ് കൂടുതലുണ്ട്. അത് നമ്മൾ നോക്കിയെടുക്കുമ്പോൾ എങ്ങനെ വന്നാൽ ഒരു 80 to 1 lakhൻ്റെ അടുത്ത്. നമ്മളിവിടെ ബ്രീഡിങ്ങിന് പോകുന്ന പപ്പീസൊക്കെ ഒരു 35 to 40 റേഞ്ചിലാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്കറ്റിൽ കൊടുക്കുന്നത്. എഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി, മെയിലിൻ്റെ ക്വാളിറ്റിയും ഫീമെയിലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസസ് വരുന്നത്. ഞാൻ ചെറുപ്പം മുതലേ നമുക്ക് പെറ്റ്സിനോട് ഒരുപാട് താല്പര്യമുള്ള ആളാണ്. ഞാൻ എല്ലാ ടൈപ്പ് ആനിമൽസും, അത് ഡോഗ്സും മാത്രമല്ല, ഡോഗ്, ക്യാറ്റ്, റെപ്റ്റൈൽസ് എല്ലാം നമ്മൾ വളർത്തി നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ഡോഗ്സിൽ ഞാൻ ഇനീഷ്യലി ഞാൻ പഠിച്ച് വളർന്നതൊക്കെ ദുബായിലാണ്. അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഡോഗ്സ് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നാട്ടിൽ വന്ന് വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഡോഗ്സ് വേണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ റിട്രീവറിനെയാണ് ആദ്യം എടുത്തത്. റിട്രീവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ടോയ് ബ്രീഡ്സിലേക്ക്, ഷിറ്റ്സു, എൻ്റെ ഫസ്റ്റ് ഷിറ്റ്സു എടുത്തപ്പോൾ ഞങ്ങൾ ടോയ് ബ്രീഡ്സിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിൽ പിന്നെ റെയർ ആയിട്ടുള്ള ഡോഗ്സ് ആണ് ഞങ്ങൾ പിന്നെ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ യോർക്ക്ഷയർ ടെറിയർ ഉണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ പൂഡിലുണ്ട്, മിനിയേച്ചർ ഷ്നൗസർ എന്ന് പറഞ്ഞൊരു ബ്രീഡുണ്ട്. അങ്ങനെ 3 ഡോഗ് ബ്രീഡ്സ്, ചെറിയ ബ്രീഡ്സ്, എല്ലാം ടോയ് ബ്രീഡ്സാണ്. അതിൽ യോർക്ക്ഷയറാണ് ഏറ്റവും സുഖം ഹാൻഡിൽ ചെയ്യാനായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ഡോഗാണ്, നമുക്ക് സ്പേസ് കുറച്ച് മതി. ഇവർ ബ്രീഡിംഗ് ആണെങ്കിലും ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ 7 യോർക്ക്ഷയർ ടെറിയേഴ്സ് ഉണ്ട്. ഇവർ 7 പേരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരേ ഏരിയയിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. പ്ലസ് ഡോഗ് ബ്രീഡിങ് ആസ് സച്ച് അതൊരു രസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ലൈഫ് സൈക്കിളും നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഡെലിവറി എടുക്കുന്നതും അവരെ ചെറിയ പപ്പീസ് ടൈം മുതൽ നമ്മളതിനെ കെയർ ചെയ്യുന്നതും ഇതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെറ്റിനറി ഹോസ്പിറ്റൽ എന്നൊരു കോൺസെപ്റ്റിലേക്കും കൂടെ ഞങ്ങൾ ഇൻട്രസ്റ്റ്, കാരണം ഞാനും വൈഫും കൂടെയാണ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള, പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ മകനും അതുപോലെ തന്നെയാണ്. ആൾക്കും ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ഈ പറഞ്ഞ പോലെ എന്ത് ബ്രീഡാണെങ്കിലും, അത് വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും അല്ലാതെ വലിയ ഡോഗ്സ് ആണെങ്കിലും അവനത് ഹാൻഡിൽ ചെയ്യാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോനാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഡോഗ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണതുകൊണ്ട് ഞാൻ എപ്പോഴും പറയണം, അവർക്ക് ഭയങ്കരമായിട്ടൊരു കമ്പാഷൻ ഉള്ളിൽ വരും. അതായത് ഒരു ആനിമൽസിനോടുള്ളൊരു കമ്പാഷൻ, വേറെ ഈവൻ ഹ്യൂമൻസിനോടും അതുപോലെ തന്നെ. കാരണം ഡോഗ്സിനോട് നമ്മൾ കമ്പാഷൻ, അതായത് നമുക്ക് റിട്ടേൺ ആയിട്ടൊന്നും തരുന്നില്ല എന്ന് തോന്നുന്ന ഡോഗ്സിനോടും കമ്പാഷൻ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനുഷ്യരോടും കൂടെ ഒരുപാട് കമ്പാഷൻ ഫീൽ ചെയ്യും.